ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ SIT അന്വേഷണം പ്രതിസന്ധി. ഡിമണിയെ കണ്ടെത്തിയെങ്കിലും സ്വർണ്ണക്കൊള്ളയിൽ ഇയാളുടെ ബന്ധം സ്ഥിരീകരിക്കാൻ SITക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങളോട് ഹാജരാകാൻ നോട്ടീസ് നൽകിയെങ്കിലും ഇവർ ഹാജരായിട്ടില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ അടക്കം ചൂണ്ടിക്കാണിച്ചാണ് ഇവർ ഹാജരാകാതിരുന്നത്. കേന്ദ്ര ഏജൻസിയുടെ സാധ്യത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അന്വേഷണ പുരോഗതി ഹൈക്കോടതി കൃത്യമായി നിരീക്ഷിക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. NG മിഥുൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. മിഥുൻ, SIT ഇനി ഏത് രീതിയിലാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുക? ഡിമണിയെ കൂടുതൽ ചോദ്യം ചെയ്യലിന് വിധേയനാക്കുമോ? എന്തൊക്കെയാണ് നിലവിലെ സാഹചര്യം? അനുശ്രീ, ഗുഡ് മോർണിംഗ്. എന്തായാലും SIT സംബന്ധിച്ച് വളരെ പ്രതിസന്ധിയാണുള്ളത്. കാരണം കുറച്ച് സമയങ്ങൾ കൂടി മാത്രമേ ഇനി, ഏകദേശം 2 ആഴ്ചക്കാലം മാത്രമാണ് ഈ ഒരു അന്വേഷണത്തിന് ഉള്ള കാലാവധി എന്ന് പറയുന്നത്. ആ ഒരു സമയപരിധിയാണ് ഹൈക്കോടതി നൽകുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ തെളിവുകളും ശേഖരിക്കാൻ ദ്രുതഗതിയിൽ നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. ഇപ്പോൾ ഡിമണിയുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ഈ ഡിമണിയും ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ബന്ധങ്ങളുണ്ട് എങ്കിൽ അത് സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള ഒരു വിധത്തിലുമുള്ള തെളിവുകൾ ഇതുവരെ കണ്ടെത്താൻ SIT സംബന്ധിച്ച് സാധിച്ചിട്ടില്ല എന്നുള്ള ഒരു പ്രതിസന്ധിയാണ് ഇപ്പോൾ നേരിടുന്നത്. ഇതിന്റെ ഭാഗമായി ഉടൻ തന്നെ ഈ ഡിമണി ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് SIT അതുമായി ബന്ധപ്പെട്ടുള്ള നോട്ടീസ് നൽകുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇന്ന് തന്നെ അത്തരത്തിൽ ഏതെങ്കിലും അടുത്ത വരുന്ന ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസത്തിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്ന് പ്രത്യേക അന്വേഷണ സംഘം ഡിമണിക്ക് ഇത്തരത്തിൽ നോട്ടീസ് നൽകുകയും ചെയ്യും. കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിൽ ഡിമണിയുമായി കാര്യങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തിരുന്നു. പക്ഷേ അപ്പോഴുമൊക്കെ ഈ വിഷയത്തിൽ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തനിക്ക് ഒരു ബന്ധവുമില്ല, ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിവരങ്ങൾ SITക്ക് കൈമാറി എന്നുള്ള കാര്യങ്ങൾ മാത്രമായിരുന്നു കഴിഞ്ഞ ദിവസവും മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഡിമണി വ്യക്തമാക്കുകയും ചെയ്തത്. ഇതിനു മുമ്പ് താൻ ഈ പറയുന്ന ഡിമണി എന്ന് പറയുന്ന ആളല്ല, തൻ്റെ പേര് അതല്ല എന്നുള്ളതാണ്. ഡിമണിയെ പക്ഷേ തനിക്ക് അറിയാമെന്നുള്ള രീതിയിലുള്ള ചില പ്രതികരണങ്ങളായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. പക്ഷേ ഇയാൾ തന്നെയാണ് ഈ വ്യവസായി പറഞ്ഞ ഡിമണി എന്ന് വ്യവസായിയിൽ നിന്ന് തന്നെ ഈ ചിത്രങ്ങൾ കാണിച്ചുകൊണ്ട് വ്യക്തമാക്കുകയും ചെയ്തു. അങ്ങനെ ഒരു സ്ഥിരീകരണത്തിലേക്ക് SIT വരികയും ചെയ്തിരുന്നു. പക്ഷേ ഇത് തെളിയിക്കുന്ന തരത്തിൽ, അതായത് ഈ പഞ്ചലോക വിഗ്രഹങ്ങൾ കടത്തി അല്ലെങ്കിൽ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിൽ ഈ ഡിമണിക്ക് ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു തരത്തിലുമുള്ള വിവരങ്ങൾ ഇതുവരെയും ലഭ്യമാകാൻ SIT സംബന്ധിച്ച് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത് സംബന്ധിച്ചുള്ള അന്വേഷണത്തിലേക്ക് കൂടുതൽ കടുത്ത നടപടികളിലേക്ക് അന്വേഷണ സംഘം നീങ്ങുകയും ചെയ്യും. മറ്റൊന്ന്, ഇപ്പോഴും ഈ ഡിമണിയുടെ ഈ സാമ്പത്തിക സ്രോതസ്, അതായത് 6 വർഷം മുമ്പ് ഒരു ഓട്ടോക്കാരൻ എന്ന രീതിയിൽ, ഒപ്പം തന്നെ സമീപ പ്രദേശങ്ങളിൽ പാനിപ്പൂരിയും ഒപ്പം തന്നെ ഈ ചോളംപൂരിയും ഒക്കെ വിറ്റ് നടന്നിരുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ ഈ കണ്ടെത്തിയിരിക്കുന്ന, അല്ലെങ്കിൽ ഇടനിലക്കാരൻ എന്ന് കണ്ടെത്തിയിരിക്കുന്ന ഈ ഡിമണി. പക്ഷേ ഈ 6 വർഷം കൊണ്ട് വലിയ വളർച്ചയാണ്, സാമ്പത്തികമായും ഒക്കെ വലിയ വളർച്ചയിലേക്ക് ഈ ഡിമണി എത്തുകയും ചെയ്തു. അതെങ്ങനെയാണ് എന്നുള്ളതാണ്. അതിൽ ചില ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇയാളുടെ സാമ്പത്തിക സ്രോതസ്സുകൾ കേന്ദ്രീകരിച്ചും SIT അന്വേഷണം നടത്തുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ ഈ രീതിയിൽ പഞ്ചലോക വിഗ്രഹങ്ങളൊക്കെ കടത്തുന്നതിൽ ഇടനിലക്കാരനായതിൽ നിന്നാണോ ഇങ്ങനെ ഇത്രയും വലിയ സമ്പന്നനായി മാറിയതെന്നടക്കമുള്ള കാര്യങ്ങൾ SIT പരിശോധിക്കുകയും ചെയ്യുന്നു. മറ്റൊന്ന്, നേരത്തെ നമുക്കറിയാം 2019 ഭരണസമിതി അംഗങ്ങളായിട്ടുള്ള വിജയകുമാറിനെയും ഒപ്പം തന്നെ KT ശങ്കരദാസിനെയും അടക്കം ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് SIT കടന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട് 26-ന് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇരുവർക്കും നോട്ടീസ് നൽകിയെങ്കിൽ പോലും തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇരുവരും ഈ ചോദ്യം ചെയ്യലിന് ഹാജരാകാതിരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. മറ്റൊന്ന്, ഇവർ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരുപക്ഷേ ഈ ചോദ്യം ചെയ്യലിന് ഹാജരായാൽ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് SIT കടക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇരുവരും ഈ ഇത്തരത്തിൽ ഈ ചോദ്യം ചെയ്യലിന് ഹാജരാകാതിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ കടുത്ത നടപടികളിലേക്ക് കടക്കാനുള്ള ഒരു തീരുമാനവും SITയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവർക്ക് വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്ന് തന്നെ നോട്ടീസ് നൽകാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആ ദിവസവും ഹാജരാകാൻ ഇവർ തയ്യാറായില്ല എങ്കിൽ ഒരുപക്ഷെ അറസ്റ്റ് അടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് 2019 ഭരണസമിതി അംഗങ്ങളിൽ A. പത്മകുമാർ പ്രസിഡന്റ് സ്ഥാനത്തുണ്ടായിരുന്നു. A. പത്മകുമാർ ഇപ്പോൾ ജയിലിലാണ്. ഈ വിഷയത്തിൽ അന്ന് ഇവർക്ക് യാതൊരുവിധ പങ്കുമില്ല, A. പത്മകുമാറാണ് എല്ലാം ചെയ്തതെന്ന രീതിയിലുള്ള മൊഴിയായിരുന്നു ആദ്യഘട്ടത്തിൽ ഇവർ നൽകുകയും ചെയ്തത്. പക്ഷേ അത് വിശ്വാസത്തിൽ എങ്ങനെ എടുക്കാൻ സാധിക്കുമെന്നുള്ള ചില സംശയങ്ങൾ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഇവരെ കൂടി
ഈ കേസിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ ചോദ്യം ചെയ്തുകൊണ്ട് ഇവരുടെ ബന്ധമടക്കം ഒപ്പം തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ സ്വർണ്ണപ്പാളികൾ കൈമാറിയതിൽ ഇവരുടെ പങ്കടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതിരിക്കുന്നു. പ്രത്യേകിച്ച് പ്രസിഡന്റിന് മാത്രം ഒറ്റയ്ക്ക് തീരുമാനം കൈക്കൊള്ളാനാകുമോ എന്നുള്ള സംശയമായിരുന്നു കോടതി അടക്കം ചോദിക്കുകയും ചെയ്തത്. അതിൽ നിന്നാണ് SIT വീണ്ടും ഇവർക്കെതിരെ കൂടി, പ്രത്യേകിച്ച് നമുക്കറിയാം പ്രതിപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ആരോപണമുണ്ട്, രാഷ്ട്രീയമായി വലിയ സമ്മർദ്ദം SITക്ക് മേലുണ്ട്. 2 IPS ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇത്തരത്തിൽ 2 IPS ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ SITക്ക് മേൽ വലിയ സമ്മർദ്ദം ചെലുത്തുന്നു. അങ്ങനെയുള്ള നടപടികൾ തുടർന്നു കൊണ്ടുപോയാൽ അവരുടെ പേര് വിവരങ്ങളൊക്കെ വെളിപ്പെടുത്തുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനൊക്കെ പരസ്യമായി പ്രതികരണങ്ങളുമായി രംഗത്ത് വരുന്നൊരു പശ്ചാത്തലമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കടുത്ത നടപടികളുമായി മുന്നോട്ട് പോയില്ല എങ്കിൽ ഒരുപക്ഷെ ഹൈക്കോടതിയിൽ നിന്ന് പോലും വലിയ തിരിച്ചടി ഏൽക്കേണ്ടി വരും, വലിയ വിമർശനങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്, 2 ആഴ്ച കാലാവധി മാത്രമാണ് ഇനി ഈ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിന്റെ സമയം നിശ്ചയിച്ചിരിക്കുന്നത്. നിലവിൽ ഇതുവരെയും ഈ തൊണ്ടി മുതലടക്കം കണ്ടെത്താൻ നിലവിലെ അന്വേഷണ സമിതിക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഈ കേസുമായി ബന്ധപ്പെട്ട് രംഗത്ത് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ED ഇതിനോടകം തന്നെ ഇതിന്റെ രേഖകളൊക്കെ ശേഖരിച്ചു വരികയാണ്. സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള അന്വേഷണം EDയുടെ ഭാഗത്തുനിന്നുണ്ടാകും. ഒപ്പം പ്രതിപക്ഷവും BJPയും ആവശ്യപ്പെടുന്ന ഒരു കേന്ദ്ര ഏജൻസി കൊണ്ട്, അതായത് ഒരു CBI അന്വേഷണം ഈ വിഷയത്തിൽ വേണമെന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ഒരു നിലപാടിലേക്കോ അല്ലെങ്കിൽ അത്തരത്തിലൊരു സാധ്യതകളിലേക്കോ പോയാൽ അത് ഇടതുമുന്നണിയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഇടതുമുന്നണിക്ക് നേരിടേണ്ടി വന്ന ഒരു സാഹചര്യം, അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു നീക്കം സ്വാഭാവികമായും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഇതുവരെയും A. പത്മകുമാറിനെതിരെയോ അല്ലെങ്കിൽ മറ്റംഗങ്ങൾക്ക് ഒന്നും തന്നെ ഒരു കടുത്ത നടപടികളിലേക്ക് CPM ഇതുവരെയും പോയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ആ വിഷയത്തിൽ അതായത് കോടതിയുടെ നിലപാടുകൾ വരട്ടെ, SIT അന്വേഷണം പൂർത്തിയാകട്ടെ എന്നുള്ള നിലപാട് തന്നെയാണ് ഇപ്പോഴും CPM നേതൃത്വം ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ SIT അന്വേഷണം ത്വരിതഗതിയിൽ മുന്നോട്ട് പോകുന്നു. ഡി മണിയുമായി ബന്ധപ്പെട്ട് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. പിടിവിടാതെ അല്ലെങ്കിൽ ഇദ്ദേഹത്തെ വിടാതെ മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ്. ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ തുമ്പ് ലഭിച്ചാൽ അത് അന്വേഷണത്തിന് വലിയ രീതിയിൽ ഗുണം ചെയ്യുകയും ചെയ്യും. അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള നീക്കമാണ്. എന്തായാലും ഇന്ന് തന്നെ ഡി മണിയെ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് SIT നോട്ടീസ് നൽകും. മറ്റൊന്ന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ ദേവസ്വം ബോർഡ് അംഗങ്ങളായിട്ടുള്ള വിജയകുമാറിനും KT ശങ്കരദാസിനും സമാനമായ രീതിയിൽ നോട്ടീസ് നൽകുകയും ചെയ്യും. മിഥുൻ, ഈ ഡി മണി ആരാണെന്ന് കണ്ടെത്തുക എന്നത് തന്നെയാണ് ഇപ്പോൾ SITയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോഴും ഡി മണി പറയുന്നത് സ്വർണ്ണക്കൊള്ളയുമായി തനിക്ക് യാതൊരു ബന്ധമില്ല എന്നുള്ളതുമാണ്. അങ്ങനെയെങ്കിൽ ഈ പത്മനാഭസ്വാമി ക്ഷേത്രം അടക്കം അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളടക്കം ഈ സംഘം ലക്ഷ്യം വെച്ചിരുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. അങ്ങനെയെങ്കിൽ ഈ ഡി മണി മറ്റേതെങ്കിലും വിഗ്രഹക്കടത്ത് സംഘവുമായി ചേർന്ന് മറ്റേതെങ്കിലും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെ വിഗ്രഹം കടത്താനുള്ള ഗൂഢാലോചന നടത്തിയിരുന്നോ? അത്തരത്തിൽ അന്വേഷണം വ്യാപിപ്പിക്കാനുള്ള സാധ്യതയുണ്ടോ? സ്വാഭാവികമായും അത്തരത്തിലുള്ള സംശയങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ പോലും തന്നെ ആ ഒരു അന്വേഷണത്തിലേക്ക് ഉടൻ കടക്കില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള തുമ്പുകൾ ലഭ്യമാകണം. അതിൽ ഡി മണിക്ക് എങ്ങനെയാണ് ബന്ധമുണ്ടായിരുന്നത്, അല്ലെങ്കിൽ അയാൾ എങ്ങനെയാണ് ഇതിൽ ഇടനിലക്കാരനായി മാറിയത്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഇയാൾക്ക് എത്ര കാലമായി ബന്ധമുണ്ട്, ഇവർ തമ്മിൽ ഏതൊക്കെ ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ ഒരു വ്യക്തമായ ചിത്രം ലഭ്യമാകേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാം ഈ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ MD പങ്കജ് ഭണ്ഡാരിയും ഒപ്പം തന്നെ ബെല്ലാലിയിലെ സ്വർണ്ണ വ്യാപാരിയായിട്ടുള്ള ഗോവർദ്ധനും ഒപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും, ഇവർ 3 പേരും നടത്തിയ വലിയൊരു ഗൂഢാലോചനയുടെ ഫലമായി തന്നെയാണ് ഇത്തരത്തിൽ ദേവസ്വം ബോർഡ് അംഗങ്ങളുമായി ചേർന്നുകൊണ്ട് ഇങ്ങനെയൊരു ഗൂഢാലോചന നടത്തിയതിൻ്റെ ഭാഗമായാണ് ഈ സ്വർണ്ണപ്പാളികളൊക്കെ കടത്തുകയും ചെയ്തതെന്നുള്ളൊരു പ്രാഥമിക നിഗമനമുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതായത് 15 വർഷക്കാലമായി പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും അടുത്ത സുഹൃത്തുക്കളാണ്. ഇവർ തമ്മിൽ ചേർന്നാണ് ഈ ഗൂഢാലോചന നടത്തിയത്. ഏകദേശം 6 മാസക്കാലം മുമ്പ്, ഈ സ്വർണ്ണപ്പാളികൾ അഴിച്ചുമാറ്റുന്നതിന് മുമ്പ് 6 മാസക്കാലം മുമ്പ് ഇതിൻ്റെ പദ്ധതികൾ ആസൂത്രണം ചെയ്തു എന്നുള്ള ഒരു കണ്ടെത്തൽ SIT കൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർണായക മൊഴികളും SITക്ക് ലഭ്യമായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇത് കേന്ദ്രീകരിച്ച്, അതായത് ഇത് സാധൂകരിക്കുന്ന തരത്തിലുള്ള ചില തെളിവുകൾ ലഭിക്കേണ്ടതുണ്ട്. ഇപ്പോഴും ഇവർ ഉറപ്പിച്ചു നിൽക്കുന്നത് തങ്ങൾക്ക് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട യാതൊരുവിധ ഇടപെടലും ഞങ്ങൾ നടത്തിയിട്ടില്ല. പക്ഷേ ഈ ഗോവർദ്ധൻ്റെ പക്കൽ നിന്നും ഏകദേശം 400-ലധികം ഗ്രാം സ്വർണം പിടിച്ചെടുത്തിരുന്നു. പക്ഷേ ഇത് ഈ തൊണ്ടി മുതലല്ല എന്നുള്ളതാണ്. അതായത് ശബരിമലയിൽ നിന്ന് കാണാതെ പോയ ഈ സ്വർണ്ണമല്ല ഗോവർദ്ധൻ്റെ പക്കൽ നിന്നും പിടിച്ചെടുത്തത്. അന്ന് SIT തന്നെ ഭീഷണിപ്പെടുത്തി തന്നെ കബളിപ്പിച്ചുകൊണ്ടാണ് ഈ സ്വർണം തൻ്റെ പക്കൽ നിന്ന് പോയത്. ഏകദേശം 80 ലക്ഷം
രൂപ വില വരുന്ന സ്വർണ്ണ ഉരുപ്പടികളാണ് തൻ്റെ പക്കൽ നിന്നും SIT കൈക്കലാക്കുകയും ചെയ്ത് തന്നോട് അന്ന് പറഞ്ഞത് ഈ കേസിൻ്റെ ഭാഗമായി ഇവ കൊണ്ടുപോകുന്നതായിരുന്നു. പക്ഷേ പിന്നീട് അത് തന്നെ കുരുക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു നടപടി SITയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അവർ ഭീഷണിപ്പെടുത്തി ഇതിൽ നിന്ന് പല കാര്യങ്ങളും, അതായത് ഈ കുറ്റം സമ്മതിക്കടക്കമുള്ള കാര്യങ്ങളിൽ പല ഭീഷണിയും ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഗോവർദ്ധൻ ഹൈക്കോടതി സമീപിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ കേസ് ഇപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയിലേക്കാണ്. ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് ഉടനെ തന്നെ നൽകണമെന്ന് SITക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അവധിക്കാലം കഴിഞ്ഞതിന് ശേഷം ആയിരിക്കും ഈ കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് വരിക. ഹൈക്കോടതി പരിഗണിക്കുമ്പോൾ എന്ത് നിലപാട് ഈ വിഷയത്തിൽ സ്വീകരിക്കും? അതായത് ഗോവർദ്ധൻ പശ്ചാത്താപ എന്ന രീതിയിൽ 10 പവൻ സ്വർണ്ണാഭരണം ശബരിമലയിൽ കേസ് നൽകിയിരുന്നു. ഈ സ്വർണം നൽകുന്നത് 2020-ലായിരുന്നു. ഇതടക്കം മഹസറിലടക്കം രേഖപ്പെടുത്താത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അതായത് ഈ സ്വർണം അടക്കം സാധാരണഗതിയിൽ ഒരു ചില മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഇങ്ങനെ ഉരുപ്പടികൾ ലഭ്യമാകുമ്പോൾ, അതും വലിയ മൂല്യമുള്ള വസ്തുക്കൾ ശബരിമലയോ അല്ലെങ്കിൽ മറ്റ് ക്ഷേത്രങ്ങളിലോ ലഭ്യമാകുമ്പോൾ അത് മഹസറിൽ രേഖപ്പെടുത്തുക, പിന്നീട് അത് തിരുവാഭരണ കമ്മീഷന് കൈമാറുക, അത് ലോക്കറിലേക്ക് മാറ്റണമെങ്കിൽ അങ്ങനെ ചെയ്യുക. അതാണ് ഒരു മാനദണ്ഡം എന്ന് പറയുന്നത്, അതാണ് ഒരു നടപടിക്രമം എന്ന് പറയുന്നത്. പക്ഷേ ഇക്കാര്യങ്ങളൊന്നും തന്നെ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അത് ഈ ഒരു റിട്ടയർഡ് ജഡ്ജിയുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തുന്നതിന് ഏകദേശം 2 മാസം മുമ്പ് മാത്രമാണ് ഇത്തരത്തിൽ ഈ സ്വർണത്തിൻ്റെ കാര്യങ്ങൾ കൂടി മഹസറിലടക്കം രേഖപ്പെടുത്തിയെന്നുള്ളത് തന്നെ. അതായത് അത് വെളിവാകുന്നത് അത്രത്തോളം ബന്ധം ശബരിമലയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ശബരിമലയുടെ ഭരണസമിതിയുമായി ബന്ധപ്പെട്ട ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുണ്ട് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ചില വിവരങ്ങൾ തന്നെയായിരുന്നു ഈ ഗോവർദ്ധനും നൽകിയിട്ടുള്ള മൊഴിയുടെ അടിസ്ഥാനത്തിൽ ലഭ്യമായിരിക്കുന്നു. ഒപ്പം തന്നെ ഈ കാലയളവിൽ ഏകദേശം 1.5 കോടിയിലധികം രൂപ അന്നദാനത്തിനും മറ്റ് കാര്യങ്ങൾക്കുമൊക്കെയായി ഗോവർദ്ധൻ നൽകിയിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന ചില രേഖകളടക്കം ഹൈക്കോടതിയിൽ നൽകുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും ഇതൊക്കെ പരിശോധനയുടെ ഭാഗമായി വരും. ഈ വിഷയത്തിൽ ഇനി എന്ത് നടപടികളായിരിക്കും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുക എന്നുള്ളത് ഈ ഹർജി പരിഗണിക്കുമ്പോൾ, ഈ ജാമ്യം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നൽകിയ ഈ അപേക്ഷകൾ പരിഗണിക്കുമ്പോൾ സ്വാഭാവികമായും നേരത്തെ ഒക്കെ ഈ വിഷയത്തിൽ ഹൈക്കോടതിയുടെ മുമ്പിലേക്ക് ഈ കേസ് എപ്പോഴൊക്കെ വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ വലിയ രൂക്ഷമായ വിമർശനവും വലിയ സംശയങ്ങളും ഒക്കെ കോടതി പ്രകടിപ്പിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് നമ്മൾ കാണുകയും ചെയ്തിട്ടുണ്ട്. അത് സാധൂകരിക്കുന്ന തെളിവുകൾ കണ്ടെത്തുക എന്നുള്ള വലിയ വെല്ലുവിളി തന്നെയാണ് SITയെ സംബന്ധിച്ചുള്ളത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ബന്ധിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു തരത്തിലുമുള്ള തെളിവുകൾ ഈ ഡിമണിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഈ തൊണ്ടി മുതൽ കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ടോ ഒന്നും തന്നെ SITക്ക് കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ്. അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇനി മുന്നോട്ട് പോകുന്നത്. മിഥുൻ, അതുപോലെ തന്നെ ഈ അന്താരാഷ്ട്ര വിഗ്രഹക്കടത്ത് സംഘത്തിന്റെ ഈ സ്വർണ്ണക്കടത്തിലുള്ള അവരുടെ ഒരു റോള്, അതിലേക്ക് അന്താരാഷ്ട്ര വിഗ്രഹക്കടത്ത് സംഘത്തിലേക്ക് കടക്കാൻ SITക്കുള്ള ഒരു താക്കോൽ തന്നെയാണ് ഈ ഡിമണി എന്ന് പറയുന്നത്. ഈ രണ്ടാമത് നടക്കുന്ന ചോദ്യം ചെയ്യലിലും ഡിമണി ആരോപണങ്ങളൊക്കെ തള്ളുകയാണെങ്കിൽ SITയുടെ ഇനി മുന്നോട്ടുള്ള SITയുടെ നീക്കം അതെങ്ങനെയായിരിക്കും? ഈ അന്താരാഷ്ട്ര കള്ളക്കടത്ത് ടീമുമായി അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഘവുമായി ബന്ധമുണ്ടോ എന്നുള്ള കാര്യം സാധൂകരിക്കുന്നതിന് വേണ്ടിയുള്ള തെളിവുകൾ വേണം അനുശ്രീ. അതായത് അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ SIT നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഡി മണി എന്ന് പറയുന്ന ആൾ തിരുവനന്തപുരത്ത് വെച്ചാണ് ഈ പണമടക്കം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയത്. 4 പഞ്ചലോക വിഗ്രഹങ്ങൾ ഇത്തരത്തിൽ ഡി മണിക്ക് കൈമാറിയെന്നാണ് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല സൂചിപ്പിച്ച ആ വ്യവസായി ചൂണ്ടിക്കാണിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ നിർണായക മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഡി മണിയിലേക്കും ഒപ്പം തന്നെ പിന്നാലെ ഈ ദിണ്ടിഗൽ സ്വദേശിയായിട്ടുള്ള ഡി മണിയെ ചോദ്യം ചെയ്ത് അല്ലെങ്കിൽ ഒരു പ്രാഥമിക ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് കടക്കുകയും ചെയ്തു. അപ്പോൾ തന്നെ ആവർത്തിച്ച് ഡി മണി വരെ തന്നെ വ്യക്തമാക്കി സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഡീലുമായി ബന്ധപ്പെട്ടോ തനിക്ക് യാതൊരുവിധ അറിവുമില്ല, അല്ലെങ്കിൽ തൻ്റെ മുൻകാല കാര്യങ്ങൾ നോക്കുമ്പോൾ തന്നെ അങ്ങനെ ഒരു വിഷയമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കേസുമോ തൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു തരത്തിലുമുള്ള കേസുകൾ തനിക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല. അക്കാര്യങ്ങളൊക്കെ പരിശോധിക്കാമെന്ന നിലപാടിൽ തന്നെ ഡി മണി ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. ഇതേ രീതിയിൽ തന്നെയായിരുന്നു നേരത്തെ ഗോവർദ്ധനും നിലപാട് ഉറച്ചു നിന്നത്. തനിക്ക് ഈ വിഷയത്തിൽ യാതൊരുവിധ ബന്ധവുമില്ല എന്ന രീതിയിലായിരുന്നു. പക്ഷേ ചില വൈരുദ്ധ്യങ്ങൾ നിലനിൽക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നാലെ SIT ഇവരുടെ അറസ്റ്റ് അടക്കമുള്ള
കടുത്ത നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും നിലവിൽ ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ ക്രോഡീകരിച്ച് ഡി മണിയുടെ ബന്ധം അല്ലെങ്കിൽ ഡി മണി തന്നെയാണോ ഇതിൽ നിന്നിട്ടുള്ളത്, ഇതിനു മുമ്പ് ഏതെങ്കിലും തരത്തിൽ കേരളത്തിലെ ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ നിന്ന് ഇങ്ങനെ വിഗ്രഹങ്ങൾ കടത്തിയിട്ടുണ്ടോ, അതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലേക്ക് കൂടി പ്രത്യേക അന്വേഷണം നീങ്ങുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ശരി, MG മിഥുനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.